ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ഗൈഡൻസ് ആണെന്ന് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഓക്കെ, എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് നോക്കാം. നമുക്ക് 3 ഡിഫറെൻറ്റ് ഡെക്കിൽ നിന്ന് എടുക്കാം. 3 അല്ല 4, അല്ലെങ്കിൽ ടാരോയും കൂടെ വെച്ചിട്ട് നോക്കാം. 3 കാർഡ് എടുത്തു. എന്താണ് സോൾ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ സോൾ നമ്മളോട് എന്താണ്, നമ്മുടെ സോൾ നമ്മളോട് ഇന്ന ദിവസം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. എന്താണ് നമ്മുടെ സോളിന് നമുക്ക് തരാനുള്ള ഗൈഡൻസ്? എന്താണ് മണി ആൻഡ് കരിയറിൽ ഇന്നത്തെ ദിവസത്തെ ഗൈഡൻസ്? മണി ആൻഡ് കരിയറിൽ ഇന്നത്തെ ഗൈഡൻസ്. മണി ആൻഡ് കരിയറിൽ ഇന്നത്തെ ഗൈഡൻസ് എന്താണ്? മണി ആൻഡ് കരിയർ, ഫിനാൻസ് ആൻഡ് കരിയർ ആണേ. നോക്കാം എന്താണ് മണിയിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ്. അൺഎക്സ്പെക്റ്റഡ് ടേക്ക് ഓഫ്. ഓക്കെ, ഇനി ഒരു ടാരോയിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു 3 കാർഡ് എടുക്കാം. ടാരോയിൽ നിന്നൊരു 3 കാർഡ് എടുക്കാം. സ്റ്റാർ, 7 ഓഫ് വാൻഡ്സ്, 4 ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഇത്രയും വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. എന്താണെന്ന് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 3 കാർഡ് വന്നേക്കുന്നത് ദ ബാലൻസ്, ബ്ലേസിംഗ് ചേഞ്ച് ആൻഡ് ഗൈഡിങ് സ്റ്റാർ ആണ്. ബാലൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ truth, fairness and karmic justice come into play. Okay, when your actions are weighed, a life lived with the honesty and integrity invites goodness to return to you. നല്ലത് ചെയ്താൽ നല്ലത് വരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ബാലൻസിൻ്റെ ദിവസമാണ്. നിങ്ങൾ എന്താണോ നല്ലത് ചെയ്തിട്ടുള്ളത് അതിനുള്ള ഫലം നിങ്ങൾക്കിന്ന് അനുഭവയോഗ്യമാകും. നിങ്ങൾ എന്ത് കാർമിക് സിറ്റുവേഷനാണോ അനുഭവിച്ച് തീർത്തത് അതിനുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആക്ഷൻസും നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയും അതിൻ്റെ ഫലവും ഇന്ന് ബാലൻസ് ചെയ്യപ്പെടുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ഗുഡ്നെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ദെൻ ബ്ലേസിംഗ് ചേഞ്ച് പറയുന്നത് സഡൻ അപ്ഹീവൽ ആൻഡ് കെയോസ് റിവീൽ വാട്ട് ഈസ് നോ ലോങ്ങർ ട്രൂ. അപ്പോൾ നിങ്ങൾ നുണയായിരുന്നു ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് സത്യമാണെന്ന്. അങ്ങനെ ആയതുകൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം ആ നുണയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ അവിടെ ഒരു സഡൻ അട്ടിമറി ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ട്രോമാറ്റിക് ആയിട്ടുണ്ടാവും, നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ടാരോ റീഡിങ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ എനർജി ഉണ്ടായിരുന്നത് ആ എനർജിയിലുള്ള ആളുകളുമായിട്ടായിരുന്നിരിക്കും നിങ്ങൾക്ക് പാസ്റ്റിൽ കണക്ഷൻസ് ഉണ്ടായിരുന്നത്. ആ ഫൗണ്ടേഷനെല്ലാം തച്ചുടച്ച് പോയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് വളരെയധികം ഉയർന്നിട്ടുണ്ട്. നിങ്ങളുടെ എനർജി ലെവൽ ഇപ്പോൾ വളരെയധികം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൂത്തിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾ ആ നുണയുള്ള പാസ്റ്റിൽ നിന്നും ട്രൂത്തിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഗ്രോത്തിനുള്ള ദിവസമാണ്, നിങ്ങളുടെ റിന്യൂവലിനുള്ള ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഏത് പർപ്പസിലോട്ടാണോ ഫ്യൂച്ചറിൽ പോവേണ്ടത് അതിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ റിന്യൂവൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിലേക്ക് നിങ്ങൾ ഗ്രോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിന്ന് പുതിയൊരു തുടക്കമാണ്. നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായി പോയത് അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഗൈഡിങ് സ്റ്റാർ ആണ്. ഹോപ്പ്, ഇൻസ്പിറേഷൻ ആൻഡ് പർപ്പസ് ഇല്യൂമിനേറ്റ് യുവർ path, trust in the universe and your journey towards healing, serenity and brighter possibilities. നിങ്ങൾ ഒത്തിരി പേരും ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ഹീലിംഗ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ശരിക്കും ഈ ടാരോ റീഡിങ്സ് ഒക്കെ കാണുന്നത്. അതുകൊണ്ട് ഈ ടാരോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്നൊരു ഹീലിംഗ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ടാരോ റീഡിങ്സ് കാണാൻ വേണ്ടി വന്നിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഹീലിങ്ങിലൂടെ നിങ്ങൾ ആ കാർമിക് സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് എവിടെയോ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് നിങ്ങളുടെ കാർമിക് സിറ്റുവേഷനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡപ്പ് ആവുകയാണ്. നിങ്ങൾക്ക് പുതിയ പുതിയ ഗ്രോത്ത് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സോള് ഇന്ന് നിങ്ങളോട് പറയുന്നത് നോക്കാം. ബൗണ്ട്ലെസ് ലവ് ആണ്.
ലവ് ഈസ് ആൻ ഇൻഫിനിറ്റ് ഫോഴ്സ്, ലെറ്റ് ഇറ്റ് നറിഷ് യുവർ സോൾ ആൻഡ് സ്പ്രെഡ് ഇറ്റ് ടു ദ വേൾഡ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുക. അത് നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് പുറത്തേക്ക്, ഈ ലോകത്തിലേക്ക് സ്നേഹത്തെ നറിഷ് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് വിടാനും പറ്റും, പുറം ലോകത്തിനെയും നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യേണ്ടുന്ന ദിവസമാണ് എന്നാണ് പറയുന്നത്. ദെൻ എക്കോസ് ഓഫ് ലവ്. Love echoes throughout the universe, touching all souls. Listen to its call and feel the healing resonance within. അപ്പോൾ നിങ്ങൾ സെയിം തിങ് ആണ് പറഞ്ഞത്. നിങ്ങൾക്കുള്ളിലെ ലവ് അത് എക്കോ ചെയ്യുന്നു, നിങ്ങളിൽ പ്രതിഫലിക്കുന്നു, അതിനുശേഷം അത് യൂണിവേഴ്സിലും പ്രതിഫലിക്കുന്നു, അത് നിങ്ങളെ ഹീൽ ചെയ്യുന്നു എന്നാണ്. ദെൻ ഇന്നർ ഫ്ലെയിം ആണ്. ഇഗ്നൈറ്റ് യുവർ ഇന്നർ ഫ്ലെയിം ആൻഡ് ലെറ്റ് ഇറ്റ് ഫ്യൂവൽ യുവർ ജേർണി, ഗൈഡിങ് യു ടു ഫുൾഫിൽ യുവർ സോൾസ് വിഷൻ. ഇത് നിങ്ങളുടെ സോൾ എന്തിനാണോ ഭൂമിയിലേക്ക് വന്നത് അതിൻ്റെ പർപ്പസ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രോമയിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പർപ്പസിലേക്ക് നിങ്ങളുടെ സോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ദെൻ ഇനി നിങ്ങളുടെ ഫിനാൻസ് ആൻഡ് കരിയർ നോക്കുകയാണെങ്കിൽ കംഫർട്ട് എന്നൊരു കാർഡ് വന്നിരിക്കുന്നത്. വൈൽ യു മേ നോട്ട് ബി വെൽത്തി യു വിൽ ലിവ് കംഫർട്ടബിളി. ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പുറമേ നോക്കുമ്പോൾ അയ്യോ എൻ്റെ പൈസയൊന്നും ഇല്ലേ എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വലിയ തട്ടുകേടില്ലാതെ ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യു ആർ എബൌട്ട് ടു എൻ്റർ ദ മോസ്റ്റ് കംഫർട്ടബിൾ പീരീഡ് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിലെ അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലവ് കൊണ്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ളവരാണെങ്കിൽ, അതായത് റിലേഷൻഷിപ്പുകളിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ളവർ ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിൻ്റെ സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഫിനാൻഷ്യലി നിങ്ങൾ ഡ്രെയിൻഡ് ആണെങ്കിൽ നിങ്ങൾ ധാരാളമായി പണം വന്നു ചേരുന്ന ഒരാളായിട്ടാണ് മാറാൻ പോകുന്നത്. ഇനി അതല്ല ജോബ് പോയിട്ടുള്ളവരാണെങ്കിൽ ആ ജോബിന് പകരം അതിനേക്കാൾ മനോഹരമായ മറ്റൊരു ജോബായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായി പോയത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം ഫിനാൻസസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസ് വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കും. ദെൻ ഗെറ്റ് റെഡി ഫോർ അൺഎക്സ്പെക്റ്റഡ് ഫിനാൻഷ്യൽ സെറ്റ്ബാക്സ്. അപ്പോൾ ഇന്ന് സെറ്റ്ബാക്സ് ഉണ്ടാകും, ഫിനാൻഷ്യൽ സെറ്റ്ബാക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ദ ഫിനാൻഷ്യൽ ക്രൈസിസ് മേ ബി ബിയോണ്ട് യുവർ കൺട്രോൾ ബട്ട് ദ ഔട്ട്കം ഈസ് സ്റ്റിൽ അപ് ടു യു. ഈ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുക, നമ്മളെപ്പോഴും പറയുന്നതാണ്, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുമ്പോൾ ആ ലോസിൻ്റെ കാരണം നമ്മുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്. അപ്പോൾ പണത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് മണി എനർജി കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഈസ് അപ് ടു യു. ടാക്കിൾ തിങ്സ് ഇൻ അഡ്വാൻസ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തുക. ഇന്ന് ഞാൻ ഒരു രീതിയിലും പണ ഇടപാടുകൾ നടത്താൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുക. അപ്പോൾ റീഡിങ്സ് നിങ്ങൾ രാവിലെയാണ് കാണുന്നതെങ്കിൽ ഇന്ന് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പണപരമായിട്ടുള്ള ശ്രദ്ധിച്ച് മാത്രമേ ഇന്ന് ഞാൻ പണം കൈകാര്യം ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്, കേട്ടോ. ടേക്ക് ഓഫ് പറയുന്നത് തിങ്സ് വിൽ ടേക്ക് ഓഫ് ക്വിക്കർ ദാൻ യു എക്സ്പെക്റ്റഡ്. നൗ ഈസ് എ ഗുഡ് ടൈം ടു ടേക്ക് ആക്ഷൻ. ദർ ഇസ് നോ സ്റ്റോപ്പിംഗ് യു നൗ. ഇറ്റ് വുഡ് ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് എ കരിയർ പ്ലാൻ ബിഫോർ മൂവിങ് ഫോർവേഡ്. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് സെറ്റ് ബാക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഓവർകം ചെയ്യാനുള്ള പ്ലാൻസ് മുന്നേ കൂട്ടി തയ്യാറാക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ റീഡിങ് കാണുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇന്നിങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള പ്ലാനിങ്സ് ആൻഡ് പ്രിപ്പറേഷൻസ് നടത്തണം. ഓക്കെ. ദെൻ ടാരോയിൽ പറയുന്നത് സ്റ്റാറാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു ദിവസമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എന്തിലേക്കാണോ കണ്ണുനട്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ 7 ഓഫ് വാണ്ട്സ്, കുറച്ച് ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, കുറച്ചധികം പ്രതിബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങളുടെ തന്നെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. എന്ത് കാര്യം വരുമ്പോഴും അതിനെ ഒന്ന് മാറി നിന്ന് ചിന്തിച്ചിട്ട് ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു കാര്യത്തിനും എടുത്തടിച്ച് മറുപടി പറയാൻ പോകണ്ട.
ഒരു കാര്യത്തിലേക്കും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് അത്ര ക്രൂഷ്യലായിട്ടുള്ളൊരു തീരുമാനം എടുക്കണ്ട. ഓവർ തിങ്ക് ചെയ്ത് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകണ്ട. ഒന്ന് മാറി നിന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഇന്ന് തീരുമാനം എടുത്തിരുന്നാൽ മതി. ദെൻ 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പണത്തിന് കുറവ് വരാൻ, അതായത് പണം പിശുക്കത്തരം കാണിക്കാൻ സാധ്യതയുണ്ട്, പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട്, പിന്നെ മാനസികമായിട്ട് ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കാൻ, ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഫീൽ ചെയ്യാനൊക്കെ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പണം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാനോ സാധ്യതയുണ്ട്, ആവശ്യത്തിന് പണം തികയാതെ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് എന്ന് തരുന്ന ഗൈഡൻസ്? ഓക്കെ, എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? നോ നീഡ് ടു വറി എന്നാണ്. നിങ്ങളൊന്നും പേടിക്കേണ്ട, യൂണിവേഴ്സിൻ്റേതായ പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞു. നമ്മളോട് ഓൾറെഡി പറഞ്ഞല്ലോ, യൂണിവേഴ്സിന് നിങ്ങളെ ഒരു ഏത് വഴിയിലോട്ടാണോ കൊണ്ടുപോകേണ്ടത് ആ ഒരു പർപ്പസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇരുമ്പൊക്കെ നമ്മൾ നല്ല ഹെവി ചൂടിൽ ചുട്ടുപഴുത്തിട്ടാണ് അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വടിയോ, വടി മീൻസ് കത്തിയോ കൊടലിയോ അല്ലെങ്കിൽ വെട്ടുകത്തിയോ ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ സഫറിങ് ആണ് ആ ഒരു മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളെക്കൊണ്ട് യൂണിവേഴ്സിന് എന്തോ ഉപകാരം, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള എന്തോ കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ തീച്ചൂളയിലിട്ട് ഇങ്ങനെ ഒരുക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പേടിക്കേണ്ട, എന്തിനും യൂണിവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ അബണ്ടൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അബണ്ടൻസ് ഇന്നുണ്ട് എന്ന് പറഞ്ഞു, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പണം ധാരാളമായിട്ട് വരും, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് രണ്ട് നിങ്ങൾ ഓർക്കണം. ദെൻ ഇഫ് യു ബിലീവ്, നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ആ വിശ്വാസത്തിലാണ്, എത്ര വിശ്വസിക്കുന്നു അത്രത്തോളമാണത് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഗൈഡൻസ് എന്ന്, ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി ലവേഴ്സിന് ഗൈഡൻസ് ആണ്. ലവേഴ്സിനുള്ള ഗൈഡൻസ് ഒന്ന് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വർത്ത് വെയിറ്റിംഗ് ഫോർ. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളോട് പറയുന്നത് വർത്ത് വെയിറ്റിംഗ് ഫോർ ആണ്. നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്ങിൽ വർക്ക് ആയിക്കോ, നിങ്ങളുടെ ഡിവൈൻ ടൈം വരുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺ വർക്ക്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. അത് വർക്കിങ്ങിലാണ്. ഇറ്റ് ഈസ് യെറ്റ് ടു കം. അത് വരുന്നതേ ഉള്ളൂ എന്നാണ്. ദെൻ റിലീജിയസ് ഫാക്ടേഴ്സ്, നിങ്ങൾക്കിടയിൽ ഒരു റിലീജിയസ് ഫാക്ടർ ഒരു തേർഡ് പാർട്ടി ആണ് എന്ന് കാണുന്നുണ്ട്. ദെൻ വെഡ്ഡിങ് ആണ്. കുറേ അധികം ആളുകളുടെ റിലേഷൻഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു, വെഡ്ഡിങ്ങിലേക്കൊക്കെ മൂവ് ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് വൺ കോഡിപ്പെൻഡൻസി. നിങ്ങൾക്കിടയിൽ ഒരു ആശ്രയത്വം ഉണ്ട്. ആശ്രയത്വം ഒക്കെ നല്ലതാണ്, പക്ഷേ അഡിക്ഷൻസും അതുപോലെ പരസ്പരം നിയന്ത്രിക്കലും അതൊന്നും പാടില്ല. അത് റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്മൂത്ത്നെസ്സിനെ നഷ്ടപ്പെടുത്തി കളയും. ഓക്കെ, അത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെ ലീഡ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു റീഡിംഗ് ഇട്ടതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് സമയമായിട്ടില്ല, അവരുടെ സമയം കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ റിലേഷൻഷിപ്പ് റീയൂണിയനൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ നടക്കൂല, കുറച്ചൊന്ന് താമസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള അടുപ്പം പോകും. പിന്നെ തിരിച്ചു വരുന്നതിനെക്കുറിച്ചും റീയൂണിയനെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയമായിരിക്കും വരുന്നത്. ആ ഭയം എന്ന് പറഞ്ഞ എനർജി ഹീലാവാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അത് കുറേ താമസിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടോക്സിസിറ്റി വേണ്ട. കോഡിപ്പെൻഡൻസി ഓക്കെയാണ്, അഡിക്ഷനും അതുപോലെ കൺട്രോളിങ്ങും വേണ്ട. റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.